നമുക്ക് സദ്യ സ്റ്റൈൽ കൂട്ടുകറി എങ്ങനെയെന്ന് നോക്കാം. കടല പുതിർത്തി വെച്ചിട്ടുണ്ട്, കായ ചേന ഇവ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കടല വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പം ഈ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിന് കുറച്ചുകൂടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് കാശ്മീരി ചില്ലി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പിലേൻ്റെ തണ്ടിടുന്നു. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. പിന്നെ ഒരു 2 വിസിലിന് ശേഷം നമുക്ക് ഇത് ഊരിയതിന് ശേഷം ബാക്കി വരുന്ന ചേന കായ, കാരണം ചേനയ്ക്കും കായയ്ക്കും ഇത്ര വേവ് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് ശേഷം ചേർത്താൽ മതി. കടല ഒരു 2 വിസിൽ എടുത്ത് വെയിറ്റെല്ലാം ഊരിയതിന് ശേഷം നമുക്കിത് ചേർത്ത് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മളിതിട്ട് നോക്കുന്ന സമയത്ത് ഇത് 3 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു, അതിലാകെ നിറയെ വന്നു. അപ്പം ഇത് നമുക്ക് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് കുക്കർ മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് ഇത് അതിലേക്ക് മാറ്റിയിട്ടോ. അതിലേക്ക് മാറ്റി അപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിലായിരുന്നു ഇത് പാകം. 3 ലിറ്റർ വരുമ്പോൾ നമുക്ക് ഇതിൽ വേവിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ ഇത് കണ്ടോ, അതിൻ്റെ ഒരു പകുതി വരെ വരുന്നുള്ളൂ. നമ്മൾ വെള്ളം വീണ്ടും ഒഴിച്ച് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നു, കുറച്ചുകൂടെ കറിവേപ്പില ഇടുന്നു. പിന്നെ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിനകത്തേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ചേർത്ത് നന്നായി ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കതിനാവശ്യത്തിന് തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും അടി കരിയാതെ കുറഞ്ഞ തീയിൽ ഇളക്കി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ജീരകം ഇതിനകത്ത് ചേർക്കാം. കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പൊടിക്കാത്ത കുരുമുളകോ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അങ്ങനെ തേങ്ങ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്തെടുത്ത തേങ്ങയിനകത്തുനിന്ന് 1/3 ഭാഗം എടുത്ത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കുകയാണ്. ചിലരൊക്കെ ഇത് പച്ച തേങ്ങയാണ് ചേർക്കാറുള്ളത് കേട്ടോ. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിതിനകത്തേക്ക് കുറച്ച് ജീരകവും പിന്നെ കുരുമുളക് പൊടി, അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വറുത്തെടുത്ത തേങ്ങ തന്നെയാണ് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പച്ച തേങ്ങ വറുക്കുന്നതിൻ്റെ മുമ്പ് എടുത്ത് മാറ്റി വെച്ച് ഇതുപോലെ അരച്ചെടുക്കാം. അത് നൈസായിട്ട് അരച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ച കടലയും കായും കൂടെയൊക്കെ ഉള്ള ആ മിക്സിനകത്തേക്ക് ചേർത്ത് ഇളക്കി പിന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ച ആ തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പിൽ വെച്ചൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ശർക്കര ചിരകി എടുക്കുന്നതാണ്. ആ ചിരകിയെടുത്ത ശർക്കര ഒരുപാടാവരുത്, ഒരുപാടായി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് കൂട്ടുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ശർക്കര മതി. ഇതിനകത്തേക്ക് ഉള്ള വറവ് റെഡിയാക്കാണ്. കുറച്ച് കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മളെ കൂട്ടുകറിനകത്തേക്കുള്ള വറവ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ കൂട്ടുകറി ഉണ്ടാക്കൽ? എന്തായാലും നമ്മുടെ കൂട്ടുകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വളരെ ടേസ്റ്റി ആയിരുന്നു.